ശബരിമല വിഷയത്തിൽ അന്വേഷണ സംഘത്തെ വിപുലീകരിക്കണം എന്നൊക്കെയുള്ള ഒരു തീരുമാനം SITയുടെ ഭാഗത്തു നിന്ന് വന്ന് ഹൈക്കോടതി അത് അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് CBI അന്വേഷണം വേണമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. രമേശ് ചെന്നിത്തലയാണ് ഇത് ഇപ്പോൾ ഇത്രയും ഈ ഡി മണിയിലേക്കും ഇപ്പോൾ വിജയകുമാർ പെട്ടെന്ന് ഒന്ന് കീഴടങ്ങുന്നു, എന്നിട്ട് പത്മകുമാറിന്റെ തലയിലെല്ലാം കൊണ്ടുവന്ന് വെക്കുന്നു, ഞാൻ സഹാവ് പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തതെന്ന് പറയുന്നു. ഇപ്പോൾ CBI അന്വേഷണം വേണം, ഈ SITയുടെ അന്വേഷണത്തിൽ ഇതൊന്നും പുറത്തു വരില്ല എന്നാണ് പറയുന്നത്. നേരത്തെ ഒരു കത്തെഴുതി SITക്ക് കൊടുക്കുന്നു, പിന്നീട് മൊഴി കൊടുക്കുന്നു, വ്യവസായി വരുന്നു, ഡി മണി വരുന്നു. യഥാർത്ഥത്തിൽ രമേശ് ചെന്നിത്തല ഫോക്കസ് ചെയ്യുന്നത് CPMനെയാണോ കോൺഗ്രസിനെയാണോ ശബരിമല വിഷയത്തിൽ? യഥാർത്ഥ പ്രതികളെ ഫോക്കസ് ചെയ്യണമെങ്കിൽ CBI വരണമെന്നാണ് പുള്ളി പറഞ്ഞത്. കോടതി അംഗീകരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കാരണം നേരത്തെ EDക്ക് വരാൻ അനുവാദം കോടതി കൊടുത്തല്ലോ. അപ്പം ഇതിനകത്ത് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരും ആശങ്കപ്പെടുന്നത് പോലെ വെളിയിൽ പറയാത്ത കോടതിയും ആശങ്കപ്പെടുന്നു. കോടതിക്ക് പറയാനൊക്കത്തില്ലല്ലോ അന്വേഷണം മോശമാണ്, അല്ലെങ്കിൽ അന്വേഷണം ശരിയായ ദിശയിലല്ല, ആഗ്രഹിക്കുന്ന പോലെ അന്വേഷണം നടക്കുന്നില്ല, ഗൂഢാലോചന വെളിയിൽ കൊണ്ടുവരുന്നില്ല, യഥാർത്ഥ പ്രതികളെ പിടിക്കുന്നില്ല, ഇതൊന്നും കോടതിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ പ്രതികളെ പിടിക്കാൻ കോടതി ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഹൈക്കോടതി ചോദിക്കുന്നു എന്താണ് രണ്ടുപേരെ പിടിക്കാത്തത്. അതിനകത്ത് ഒരുത്തനെ ഇന്നലെ പിടിച്ചിട്ടുണ്ട്, ഒരുത്തനെ പിടിക്കാനുണ്ട്. അപ്പം അയാൾക്ക് വീണ്ടും അയാൾ ഇപ്പോഴത്തെ നിലവിലെ IG-യുടെ അച്ഛനാണ്, പേര് ഹരിശങ്കർ. അപ്പം അയാളെ എങ്ങനെ പിടിക്കും പോലീസ്? IG-യുടെ അച്ഛനാ, എങ്ങനെ പിടിക്കാതിരിക്കും? കോടതി ചൂണ്ടി ഇയാളെ എന്താ പിടിക്കാത്തത്? അല്ല, ഹൈക്കോടതിയുടെ ഒരു ഗതികേട് ഏത് മനുഷ്യനും സാധാരണക്കാരനും തോന്നാവുന്ന ഒരു തോന്നൽ മാത്രമാണ്. പരസ്യമായിട്ട് ഈ അകത്ത് കിടക്കുന്ന പപ്പൻ പറഞ്ഞതാണ് എനിക്ക് മാത്രം തീരുമാനിക്കാൻ പറ്റുന്ന വിഷയമല്ല, ബാക്കി രണ്ടുപേര് വെളിയിൽ നിൽക്കുന്നു. അപ്പം ഈ അന്വേഷണത്തിനകത്തെ കള്ളത്തരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് പറയാതെ പറഞ്ഞതാ. അത് കോടതി ചോദിച്ചപ്പോഴേ ഇപ്പം അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് CBI വരണമെന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഈ അന്വേഷണം എങ്ങും എത്തത്തില്ലെന്ന് കണ്ട്, അല്ലെങ്കിൽ നമ്മൾ പല പ്രമുഖരുടെയും പടം കണ്ടല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ. UDFന്റെ ഇതിൽ കൂടുതൽ ഇനി ആരുടെയും കൂടെ കാണാനില്ല. UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ആ പ്രധാനപ്പെട്ട നേതാവിൻ്റെ പണി എന്തുവാ? മരുമോനെ കൊണ്ട് ഈ പറയുന്ന ആഗ്രി ബിസിനസിന്റെ കൂടെ ഈ ഇതാണല്ലോ ആന്റിക് ബിസിനസ്. ഇപ്പൊ ഇറ്റലിയിലെ അല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ആന്റിക് ബിസിനസ്സുകാരനാണ് സോണിയാഗാന്ധിയുടെ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായിട്ട് റോബർട്ട് വാദ്ര. ഇറ്റലിയിലെ ഏറ്റവും വലിയ ആന്റിക് ബിസിനസ്സുകാരാണ്. ഇവരുടെ ചേട്ടത്തിയാണോ അനിയത്തി. അപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളുടെ പണി ശബരിമലയെന്നും, നമുക്ക് ശബരിമല മാത്രം നോക്കി പറഞ്ഞാൽ മതി, ശബരിമലയിൽ നിന്നും അല്ലെങ്കിൽ ഇതുപോലുള്ള അമ്പലങ്ങളിൽ നിന്നും വിഗ്രഹങ്ങൾ, പഞ്ചലോഹങ്ങൾ, മറ്റു കാര്യങ്ങൾ ഒക്കെ വസൂലാക്കി കൊടുക്കുന്നതിന് ഇടനിൽക്കുന്ന ആളായിട്ടല്ലേ ഇപ്പൊ കണ്ടേക്കുന്നത്. ഇപ്പൊ എല്ലാം ഇയാളില്ലേ. ഇപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പൊ തന്നെ ഇതിനകത്തും പറഞ്ഞേക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ ഈ പറയുന്നത് പോലെ പപ്പൻ ശ്രമിച്ചു, അതിനൊന്നും അറിയാതെ ഞാൻ ഒപ്പിട്ടു എന്നാൽ ഇപ്പൊ ഈ പ്രതിയും പറഞ്ഞു. ഉണ്ണികൃഷ്ണൻ പോറ്റിയാ ഇതിന്റെ എല്ലാ ആള്. ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ സ്വന്തം എന്ന് വെച്ചാൽ സോണിയാഗാന്ധിയായിട്ട് അവർക്ക് ബന്ധമാണല്ലോ. സോണിയാഗാന്ധി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പണ്ടേ അറിയാമല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഡി മണി അറിയാമല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ വലിയ കാർട്ടലിനെ മൊത്തം അറിയാമല്ലോ. അപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളിലേക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഇതുവരെ കോടതി പിടിച്ചിരിക്കുന്ന ആൾ, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഇത്രയും പേരുടെ പേരിൽ അന്വേഷണം കൊണ്ടുവരിക എന്ന് പറഞ്ഞ് കോടതി കുറേ പേരുടെ പേര് കൊടുത്തായിരുന്നല്ലോ. അതാ നേരത്തെ ആദ്യം പറഞ്ഞ എങ്ങനെ കോടതി ആദ്യം പറഞ്ഞതിനകത്ത് കേസ് എടുക്കുന്നതിന് മുമ്പേ കോടതി ചൂണ്ടിക്കാണിച്ചു. ഹൈക്കോടതിക്ക് മുമ്പേ ഉള്ള വിചാരണ കോടതി അല്ലെങ്കിൽ ഉണ്ടല്ലോ, കോടതി ചൂണ്ടിക്കാണിച്ചവരെയായി അറസ്റ്റ് ചെയ്തത്. അതിനകത്ത് ഇനിയും തന്ത്രിയും മേൽശാന്തിയും മാത്രമേ ഉള്ളൂ അറസ്റ്റ് ചെയ്യാതെ. അത് കഴിഞ്ഞിട്ട് ആ പപ്പനും വാസുവിനെയും അറസ്റ്റ് ചെയ്തപ്പോൾ, പപ്പനെയും വാസുവിനെയും അറസ്റ്റ് ചെയ്തതിന് ഇരിക്കാതിരിക്കുന്നതിന് യാതൊരു മാർഗവുമില്ല. എല്ലാം അങ്ങനെ വെളിച്ചത്ത് പോലെ ഇരിക്കുവോ, വെട്ടം പോലെ തെളിവിരിക്കുവോ. അതിനെക്കാട്ടി കൂടുതൽ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടുപേരുണ്ട്, തന്ത്രിയും ഈ മേൽശാന്തി. അവരറിയാതെ അങ്ങ് പറയുക ഞങ്ങളതെല്ലാം ഒപ്പിട്ട്, ഞങ്ങളതെല്ലാം ഒപ്പിട്ടാൽ തന്നെ കൂട്ടുപ്രതിയാ, നേരം തന്നെ അകത്ത് പോവാം. എന്നിട്ട് ഇയാളെ മാത്രം അറസ്റ്റ് ചെയ്തിട്ട് രണ്ടുപേരെ വെളി നിർത്തിയേക്കുക. അപ്പൊ അതിനകത്ത് അന്വേഷണത്തിനകത്ത് ഇടപെടലുണ്ടോ? ആർക്കാ അറിയാൻ വയ്യാത്ത SIT സുതാര്യമായിട്ടല്ല അന്വേഷിക്കുന്നതെന്ന് ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞപ്പം അറസ്റ്റ് ചെയ്യുന്നു. അപ്പൊ എന്തോ അതുവരെ ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞപ്പോഴാണ് പ്രതിയായത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് വലിയൊരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചനയ്ക്കകത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനകത്ത് എവിടെ ആ സമരം നടക്കുന്നത്? ഇത്രയും വലിയൊരു അന്വേഷണം ഹൈക്കോടതി രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനെന്ന് പറഞ്ഞിട്ട് പോയി. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ രണ്ടുപേരെ എനിക്കറിയാം, ഏക്കെന്തോ അറിയാൻ വയ്യാത്ത ആളിനെ അങ്ങ് പറഞ്ഞാൽ അയാളെന്താ ഇതിനകത്തൊന്ന് ഒളിച്ചോടുന്നത്? എന്താ BJP ഇതിനകത്ത് നിൽക്കാത്തത്? അപ്പൊ ഇതിനകത്ത് വല്ലാത്തൊരു കാർട്ടൽ കൊള്ള നേരത്തെ പറഞ്ഞതുപോലെ. അതുകൊണ്ടാണ് CBI വരണമെന്ന് പറഞ്ഞു. CBI വരണമെന്ന് എന്താ ബാക്കിയുള്ള നേതാക്കന്മാർ പറയാത്തേ, ഉറക്കം പറയാത്തേ? BJPയുടെ തന്നെ CBI വരുമെന്നൊക്കെ, അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരൊക്കെ വരുമെന്ന് പറഞ്ഞാൽ ആരാ? BJPയുടെ പ്രമുഖ നേതാക്കന്മാരൊന്നുമല്ല. സുരേഷ് ഗോപി ഒന്ന്,
സുരേഷ് ഗോപി വിജയുടെ വലിയ പ്രമുഖ നേതാവ് അല്ലെങ്കിൽ ഇവിടെ നയിക്കുന്ന ആളൊന്നുമല്ലല്ലോ. പിന്നെ ഒന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞിട്ടങ്ങ് പോയി. പറഞ്ഞു ചുമ്മാതെ കയറി പിടിക്കല്ലേ, ആവശ്യമില്ലാത്ത വള്ളിയെ കയറി പിടിക്കല്ലേ, വള്ളിയെ കയറി പിടിച്ച് ഇത് അന്വേഷിച്ച് വേണ്ട രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെയും കൂടെ തോളെ കൂടെ പോകുമേ, അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഇതിനകത്ത് കാണുമേ. കാരണം ഇത് വളരെ ദീർഘമായിട്ട് കാലമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇത് അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നാൽ ഈ പപ്പം പറഞ്ഞ പോലെ 2007 തൊട്ട് അന്വേഷിച്ചാൽ പോലും ഇതുവരെയുള്ള കാര്യത്തിനകത്ത് ശബരിമലയൊക്കെ വിട്ടുപോകും. ഇവിടുന്ന് ഈ പഞ്ചലോഹ വിഗ്രഹത്തിന്റെ കള്ളക്കടത്തിന്റെ കാർട്ടൽ സംഘത്തിനെ അല്ലെങ്കിൽ ഗൂഢസംഘത്തിനെ വിശാലമായിട്ട് അന്വേഷിച്ചാൽ ഈ അമ്പലത്തിലൊന്നും ഇപ്പോൾ പഞ്ചലോഹ വിഗ്രഹം കാണത്തില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പഴയ സാധനങ്ങൾ കാണത്തില്ല, അല്ലെങ്കിൽ സ്വർണവും മറ്റു കാര്യങ്ങളും കാണത്തില്ല എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ വരും. അല്ലെങ്കിൽ ഇവന്മാരെങ്ങനെ ഇത്രയും കച്ചവടം ഇവിടെ നടത്തുന്നത്? അപ്പം ഇതുകൊണ്ടാണ് CBI വരണം. CBI വരണമെന്ന് പറയുന്നതിൻ്റെ പുറകിലുണ്ട് സോണിയാഗാന്ധി വരും, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഈ പറയുന്ന ആലപ്പുഴക്കാരൻ നേതാവ് വരും, അല്ലെങ്കിൽ ഇതിനകത്ത് പല പ്രമുഖരും വരും. അത് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇയാൾ വളരെ വ്യക്തമായിട്ട് ഈ SITക്ക് ഈ അവസരത്തിൽ പരാതി കൊടുക്കുകയും പരാതി കൊടുക്കുന്നതിനകത്ത് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ അറിയാം, എത്ര കൊടുത്താലും എവിടെ കൊടുത്താലും ഇതിനകത്ത് അന്വേഷണം ഇവരാഗ്രഹിക്കുന്ന പോലെ ഒതുക്കി തീർക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ വ്യവസായികളെ കൊടുത്തതിന് ശേഷം വളരെ കൃത്യതയോടുകൂടി ആൾക്കാരുടെ പേര് പറഞ്ഞ് പരാതി കൊടുക്കും. എന്നിട്ടും എന്ത് ചെയ്യാം, മണിയെടുത്ത് എന്നിട്ട് പറഞ്ഞു മണിക്കൊന്നും അറിയത്തില്ല കേട്ടോ, മണി അല്ലെന്ന് പറഞ്ഞിട്ട് ഞാനെന്നെ പറഞ്ഞില്ല SIT സംഘം തിരിച്ചു വന്നു. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ CBI അന്വേഷണമാണ്. അതായത് ഇതിന്റെ അന്വേഷണം രാഷ്ട്രീയം. ഇപ്പൊ രമേശ് ചെന്നിത്തല ഇതിനകത്ത് അയ്യപ്പന്റെ വിഗ്രഹവും പണവും കാര്യങ്ങളും ഒക്കെ പോയതിനപ്പുറം ഇതിനകത്ത് അയാൾക്കുണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അയാളെ ഒരുപക്ഷെ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രിയാക്കാതിരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള KC വേണുഗോപാൽ, ആലപ്പുഴക്കാരൻ അയാളാണെന്ന് ആരെങ്കിലും സംശയിച്ച കുറ്റം പറയാനൊക്കെ. പിന്നെ VD സതീശൻ, കേന്ദ്രത്തിൽ നിന്ന് ഇയാളെ പുറന്തള്ളുന്നതിന് ഏറ്റവും കാരണക്കാരനായിട്ടുള്ള KC വേണുഗോപാലാണ്. അപ്പൊ എന്തുവായാലും എന്നെ കോൺഗ്രസ് തീർത്തു, എനിക്ക് ഇതിനപ്പുറം ഒരു ഭാവിയൊന്നുമില്ല. ഇപ്പം ഇതിന്റെ പേരിലൊരു നടപടിയൊന്നും ആർക്കും എടുക്കാനും പറ്റില്ല. അപ്പൊ ഈ നിലവിലുള്ള പോസ്റ്റുകൾ അവിടെ നിൽക്കുകയും ഈ അന്വേഷണം CBIയിലേക്ക് വന്നാൽ ഒരുപക്ഷെ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള കൊള്ള സംഘത്തെ വെളിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കും. കാരണം ആയിരക്കണക്കിന് കോടി രൂപയുടെ കൊള്ളയാണല്ലോ നടന്നിരിക്കുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനം ശരിയാണെങ്കിൽ 1000 കോടി രൂപയുടെ ഇടപാടിനകത്ത് 500 കോടി നടന്നിരിക്കുന്നു. അതിനകത്ത് 1-2 വിഗ്രഹങ്ങൾ കൈമാറ്റം ചെയ്തിരിക്കുന്നു എന്നാ പറയുന്നത്. ബാക്കി ഇനിയും നടത്താനുണ്ട്. അപ്പൊ എവിടത്തേക്കാ ഈ പോയത്? എവിടത്തെയാ? അല്ലെങ്കിൽ ശബരിമല ശാസ്താവിനെ തന്നെ കൊണ്ടുപോയോ എന്നുള്ള കാര്യം എങ്ങനെ അറിയാൻ പറ്റുന്നത്? അതുകൊണ്ട് ഇത് പുറകിൽ നമ്മൾ പറഞ്ഞാൽ ഈ പറയുന്ന വിഗ്രഹം ഇളക്കണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാൽ ഇളക്കാൻ പറ്റത്തില്ല. ഇളക്കിയിട്ട് വിഗ്രഹം കൊണ്ടുപോകണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ചാൽ കടൽ കടത്താൻ ഒക്കത്തില്ല. ഈ വിഗ്രഹത്തിന്റെ പൈസ എത്തണമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിചാരിച്ച 1000 കോടി രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കക്ഷത്തിൽ മേടിച്ച് വെക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. പിന്നെ കാര്യങ്ങൾ നടത്തി കൊടുക്കുന്നതിന് വേണ്ടി ഇടനിലക്കാരൻ പറയത്തില്ല, ആ ഒരു റോളാണ് അയാൾ അന്നും ഇന്നും വഹിച്ചിട്ടുള്ളത്. അതിനകത്ത് അയാൾക്ക് ഗുണമില്ലെന്നുള്ളതല്ല, പക്ഷെ ഗുണമുണ്ടാകുന്നത് ആയിരക്കണക്കിന് കോടി രൂപ ഇതിന്റെ കെയർ ഓഫിൽ കിട്ടിയിട്ടുള്ളതിന്റെ പുറകിൽ വലിയ ശക്തികളാണ്. ആ ശക്തികളില്ലാതെ ഇത്തരത്തിലൊരു വലിയ കൊള്ള നടക്കത്തില്ല. ആ കൊള്ളയ്ക്ക് പുറകിൽ കോൺഗ്രസ് ഉണ്ട്, ഒരുപക്ഷെ ആലപ്പുഴക്കാരനുണ്ട്, അതിനപ്പുറം സോണിയാഗാന്ധി ഉണ്ട്. ഇത് വെളിയിൽ വരുത്തുന്നതിന് വേണ്ടിയുള്ള തന്ത്രം തന്നെയാണ് രമേശ് ചെന്നിത്തല കളിച്ചിരിക്കുന്നത്. ഇതിന്റെ പുറകിൽ കോൺഗ്രസും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരും ഒക്കെ ഉണ്ട്. CPM അല്ലെങ്കിൽ BJPക്കും ഒക്കെ എല്ലാം കൂടെ വരുമ്പോൾ കൊള്ളയ്ക്കകത്ത് കൊള്ളസംഘം എല്ലാം കൂടെ വരുന്നുണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. അതാണ് ഉദ്ദേശിക്കുന്നത്. സാറിന് എന്ത് തോന്നുന്ന വിഷയത്തിൽ? ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രധാന കാഴ്ചപ്പാടെന്ന് വെച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ പൊതുവെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതായത് കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മരിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്ന രീതിയിലാണ് മുന്നണികൾ കേരളത്തിൽ നിൽക്കുന്നത്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുന്നോട്ട് പോയാൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കന്മാർക്ക് കുഴപ്പം പറ്റും. സാർ ഇത് പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ മുന്നോട്ട് പോകാം. CPMന്റെ അവസ്ഥ എന്താണ്? അവരും കൊടുക്കും. യഥാർത്ഥത്തിൽ വിഷമവൃത്തത്തിലാണ് 2 രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ അധികം മുന്നോട്ട് പോകാനുള്ള സാധ്യത കാണുന്നില്ല. CBI അന്വേഷണം എന്ന് പറയുന്ന ഒരു ആവശ്യമായിട്ട് നിൽക്കുമെങ്കിലും കോടതി ഇതുവരെ ആ ഒരു കാര്യം ശരിയായ രീതിയിൽ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ? കാരണം ഗവൺമെന്റിന് താല്പര്യമില്ല. ഗവൺമെന്റിന് താല്പര്യമില്ല എന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരു പ്രസ്താവന നടത്താതെ എന്തുകൊണ്ട് ഈ കേസിൽ കക്ഷി ചേർന്ന് ഹൈക്കോടതിയിൽ പോകുന്നില്ല? ഹൈക്കോടതിയിൽ അദ്ദേഹം പോയിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതിക്ക് ഒരു തീരുമാനമെടുക്കാം, ഗവൺമെന്റിനോട് ചോദിക്കാം. CBI അന്വേഷണം ഇപ്പോൾ ആവശ്യപ്പെട്ട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ ഇത് ഒരു പ്രസ്താവന യുദ്ധം മാത്രമാണ്. പ്രസ്താവനയ്ക്ക് അപ്പുറത്തേക്ക് ഇത് പോവുകയില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം, രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. അത് സാർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ആ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ശബരിമല വിഷയം ഒരു ചവിട്ടുപിടിയായിട്ട് ഉപയോഗിക്കാം. കേരളത്തിൽ ഇത്ര ദീർഘകാലം
ചർച്ച ചെയ്തൊരു വിഷയം വേറെ എന്നുണ്ട്. സാർ, ഒരുപാട് വിവാദങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? ഇത്രയും ദീർഘകാലം കേരള സമൂഹത്തിൽ സജീവമായി നിന്ന മറ്റൊരു വിഷയമില്ല. അപ്പൊ ഇതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ നമ്മളത് കണ്ടതാണ്, കനൽ ഒരു തരിയായത്. അപ്പൊ എന്നതുപോലെ രമേശ് ചെന്നിത്തലയുടെ ഇത്രയും നാളത്തെ രാഷ്ട്രീയ ചാണക്യ ബുദ്ധി അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഗുണം കിട്ടാൻ പോകുന്നത് ആർക്കാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ശബരിമല ശാസ്താവിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നിഗൂഢതകൾ ഉള്ളതാണ്.